ഓ ഓ ഓ നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ഏറ്റവും വികാരഭരിതമായ ഒരു രംഗം, അത് കംസവധം കഴിഞ്ഞതിന് ശേഷം ശ്രീകൃഷ്ണനും ബലരാമനും കൂടി അവർക്ക് ജന്മം നൽകിയ അച്ഛനമ്മമാരെ കണ്ടുമുട്ടുന്ന സന്ദർഭമാണ്. കംസൻ്റെ ജയിലിൽ പ്രസവിച്ച് അപ്പോൾ തന്നെ ആ കുട്ടിയെ അമ്പാടിയിൽ നന്ദഗോപരുടെ വസതിയിൽ യശോദയുടെ സമീപത്ത് കടത്തുകയാണ് വസുദേവർ ചെയ്തത്. അത് പൂർണ്ണമായിട്ട് ജനിച്ച കുട്ടിയെ ഒന്ന് നോക്കി കാണാൻ പോലും സാധിക്കാതെ ഉടനെ തന്നെ ആ കുട്ടിയെ അവിടത്തേക്ക് മാറ്റേണ്ടി വന്നു. നേരത്തെ തന്നെ 7ാമത്തെ കുട്ടിയായി ജനിക്കേണ്ടിയിരുന്ന ബലരാമനെ ആരും അറിയാതെ തന്നെ രോഹിണിയുടെ ഗർഭപാത്രത്തിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ രണ്ടുപേരും അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം, ദേവകി വസുദേവന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കുട്ടിയെ കണ്ടിട്ടേയില്ല. ബലരാമനും ശ്രീകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജന്മം നൽകിയ അച്ഛനമ്മമാരെ ഒരു നോക്കുപോലും 12-13 വയസ്സ് വരെ ഉണ്ടായിട്ടില്ല, കാണാൻ പറ്റിയിട്ടില്ല. ലോകത്തെവിടെയും ഒരു സംഭവം ഉണ്ടായതായിട്ട് വായിച്ചിട്ടില്ല. അങ്ങനെ കംസനെ വധിച്ച് നേരെ ഓടിച്ചെല്ലുകയാണ്. കാരാഗൃഹത്തിൽ കഴിയുന്ന അച്ഛനമ്മമാരെ സ്വതന്ത്രരാക്കാനായി ഓടിയെത്തിയ രണ്ടുപേരും കാരാഗൃഹത്തിൻ്റെ വാതിൽ തുറന്ന് അച്ഛനമ്മമാരെ പുറത്തേക്ക് കൊണ്ടുവരിക, സ്വതന്ത്രരാക്കുക എന്നുള്ളതാണ്. അവർ രണ്ടുപേരും ഓടിച്ചെന്ന് ആ കാരാഗൃഹത്തിൻ്റെ അടുത്തെത്തി ഇടയിലൂടെ നോക്കിയപ്പോൾ നിശ്ചലരാവുകയാണ് ചെയ്തത്. വസുദേവരും ദേവകിയുമാവട്ടെ ആരാ ഈ പുതിയ 2 കുട്ടികൾ എന്ന നിലയിൽ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. മക്കൾക്ക് അച്ഛനമ്മമാരെയോ അച്ഛനമ്മമാർക്ക് മക്കളെയോ തിരിച്ചറിയാൻ സാധ്യമല്ലാത്തൊരവസ്ഥ. അപരിചിതരെ പോലെ കുറേ സമയം അവർ മുഖാമുഖം നിന്നു. പിന്നീടാണ് അവർ ഓർത്തെടുക്കുന്നത് ശ്രീകൃഷ്ണനും ബലരാമനുമാണ് തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ദേവകി വസുദേവർക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ശ്രീകൃഷ്ണൻ ബലരാമനും തൻ്റെ അമ്മയെയും അച്ഛനെയും കാണുന്നത് ആദ്യമായിട്ട്. ഉടനെ ആ ജയിൽ വാതിൽ തുറന്ന് കെട്ടിപ്പിടിക്കുകയാണ്. 10-12-13 കൊല്ലം ആ കുട്ടികൾ വളർന്നത് നന്ദഗോപരുടെ സുരക്ഷിതത്തിന് കീഴിലായിരുന്നു, വൃന്ദാവനത്തിലും ഒക്കെ ആയിരുന്നു. മക്കളെ കണ്ട സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കേണ്ടെന്നറിയാതെ അവർ വീർപ്പുമുട്ടുകയാണ് അച്ഛനമ്മമാർ, വസുദേവരും ദേവകിയും. യഥാർത്ഥ അച്ഛനമ്മമാരെ കണ്ടപ്പോൾ ശ്രീകൃഷ്ണൻ ബലരാമനുണ്ടായ സന്തോഷം എത്രയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ആ സമാഗമം വളരെ വികാരനിർഭരമായിട്ടാണ് ഭാഗവതത്തിലെ ആ 45-ാമത്തെ അധ്യായത്തിൽ 44-45 അധ്യായങ്ങളത് വിശദീകരിച്ചത്. ഉടനെ പരാതികളാണ് പിന്നെ അവിടെ, ദുഃഖം പ്രകടിപ്പിക്കുകയാണ്. അച്ഛനമ്മമാരുടെ വാത്സല്യം അനുഭവിച്ചറിയാതെ ഞങ്ങളുടെ ആ ബാല്യകാലങ്ങൾ പോയല്ലോ, അതിന് തിരിച്ചു കിട്ടില്ലല്ലോ, ആ സുവർണകാലം എന്നേക്കുമായി പോയി കഴിഞ്ഞുവല്ലോ എന്ന ദുഃഖമാണ് ബലരാമനും
ശ്രീകൃഷ്ണനുണ്ടായത്. വസുദേവർക്കും ദേവകിക്കുമാകട്ടെ അവരുടെ മനസ്സിലുള്ള ചിന്ത, കൊച്ചുകുട്ടിയായി അവരെ എടുത്ത് ലാളിച്ച് ചുംബിച്ച് അവരുടെ കൊച്ചു വർത്തമാനങ്ങൾ കേട്ട് അവർക്ക് ഭക്ഷണം നൽകി രസിപ്പിച്ച് അങ്ങനെ അവരോടൊപ്പം കഴിയാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായില്ലല്ലോ എന്നോർത്ത് അവരും വിഷമിക്കുകയായിരുന്നു. അതിൽ വസുദേവർ ചോദിക്കുകയാണ്, കുട്ടികളെ നിങ്ങൾ പഠിച്ചോ, എത്ര വരെ പഠിച്ചു എന്നൊരു ചോദ്യമുണ്ട് അവർ. അപ്പോഴാണ് കൃഷ്ണൻ പറയുന്നത്, പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. കംസൻ പ്രസവിച്ച കുട്ടികളെയൊക്കെ കൊല്ലാനുള്ള നിർദ്ദേശം കൊടുത്തപ്പോൾ പൊതുവായ വിദ്യാലയങ്ങളോ അല്ലെങ്കിൽ ഗുരുകുലത്തിലുള്ള വിദ്യാഭ്യാസമോ ഒന്നും നടന്നില്ല, ഒക്കെ അടച്ചു പൂട്ടേണ്ടി വന്നു. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടം. ഗർഗമഹർഷി അവർക്ക് അക്ഷരാഭ്യാസത്തിന് തുടക്കം കുറിച്ചുവെങ്കിലും പിന്നീടുള്ള ആ ഔപചാരികമായ വിദ്യാഭ്യാസം രണ്ടുപേർക്കും നിഷേധിക്കപ്പെടുകയാണ് ചെയ്തത്. അവരുടെ കുലത്തൊഴിലായ പശുവിനെ വളർത്തുക, പാല് വിൽക്കുക തുടങ്ങിയ കാര്യങ്ങളിലായി കുട്ടികളുടെ ശ്രദ്ധ. കന്നുകാലികളെ മേയിച്ചുകൊണ്ടാണ് അവരുടെ ആ ബാല്യം അവസാനിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല എന്ന് അച്ഛനമ്മമാരോട് പറയുകയാണ്. വളരെ സങ്കടം ഉണ്ടായി വസുദേവർക്കും അതുപോലെ ദേവിക്കും. എന്നാൽ ഇനി ഒട്ടും വൈകിക്കേണ്ട, ആ വിദ്യാഭ്യാസം, നഷ്ടപ്പെട്ട വിദ്യാഭ്യാസം ഉടൻ ആരംഭിക്കണം. അതിന് സന്ദീപനി മഹർഷിയുടെ അടുത്തേക്ക് കുട്ടികളെ അയക്കുകയാണ്. അവർ വളരെ വേഗത്തിൽ തന്നെ എന്താണോ പഠിക്കേണ്ടത് അതൊക്കെ പഠിച്ചതിൽ പൂർണ്ണമായ അറിവ് നേടുകയാണ് ചെയ്തത്. ഇവിടെ ശ്രീകൃഷ്ണൻ പ്രത്യേകമായിട്ട് ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അച്ഛനമ്മമാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മക്കൾക്കാണ്. കാരണം അവരെത്ര വിഷമിച്ചിട്ടാണ് അമ്മയെ സംബന്ധിച്ചോളം നമ്മൾ ഗർഭത്തിൽ ധരിച്ച് പിന്നീട് പ്രസവവേദന സഹിച്ച് കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതുപോലെ അച്ഛൻ കുട്ടിയുടെ ഭാവിയെപ്പറ്റി ആലോചിച്ച് തക്കതായ വിദ്യാഭ്യാസം നൽകി ആരോഗ്യത്തെ പ്രദാനം ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവരെ വളർത്തുക. അവർക്ക് പ്രായമാവുമ്പോൾ അവരുടെ സമീപത്തിരുന്നവരെ സംരക്ഷിക്കേണ്ടത് മക്കളുടെ പ്രഥമ കർത്തവ്യമാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അധർമ്മമാണ് എന്നവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രഖ്യാപിക്കുന്നുണ്ട്. 18 വയസ്സ് കഴിഞ്ഞാൽ പ്രായപൂർത്തിയായി, പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാം എന്ന നമ്മുടെ ഇപ്പോഴത്തെ നിലപാട് വാസ്തവത്തിൽ ശ്രീകൃഷ്ണൻ്റെ അഭിപ്രായത്തോട് യോജിക്കാത്തതാണ്. അവർ 18 വയസ്സായതെങ്ങനെ എന്നൊരു ചോദ്യമുണ്ട്. അത് കോടതികൾ പരിശോധിക്കണം, സമൂഹം പരിശോധിക്കണം. അവരെ ഒരു കുടുംബത്തിൽ അംഗമായി വളർത്തിക്കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ അവർക്ക് വിദ്യാഭ്യാസം നടത്തി കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ചുകൊണ്ട് അവർക്ക് അസുഖങ്ങൾ വരുമ്പോൾ അതിന് തക്കതായ ചികിത്സ നൽകിക്കൊണ്ട് അവരെ വളർത്തി 18 വയസ്സ് തികയ്ക്കുക. അത് ഏറ്റവും ശ്രമകരമായ ഒരു പ്രവൃത്തിയാണ്. അതാണ് അച്ഛനമ്മമാർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ആ കുട്ടികൾ 18 തികയുമ്പോൾ സ്വതന്ത്രരായി അച്ഛനമ്മമാരെ അഭിപ്രായത്തിനൊന്നും വില കൽപ്പിക്കാതെ അവർ വിട്ടുപിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ നമ്മുടെ ഭാരതത്തിലും ആരംഭിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പാശ്ചാത്യ ലോകത്തതൊക്കെ സ്വാഭാവികമാണ്. 18 വയസ്സ് തികഞ്ഞാൽ അച്ഛനമ്മമാരിൽ വേർപിരിയുക എന്നത് അവിടുത്തെ ഒരു സമ്പ്രദായമാണ്. പിന്നെ അവർ കണ്ടാലായി, കണ്ടില്ലെങ്കില്ല. പക്ഷെ ഭാരതത്തിലെ സംസ്കാരം അങ്ങനെ അനുവദിക്കുന്നില്ല. കുട്ടികൾ കുട്ടിക്കാലത്ത് അച്ഛനമ്മമാരുടെ വാത്സല്യത്തോടുകൂടി വളർന്ന് അവർ വലുതായി സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷി വരുമ്പോൾ അച്ഛനമ്മമാരുടെ കാര്യവും ശ്രദ്ധിക്കണം. കുടുംബജീവിതം നയിക്കുന്നവരായാലും അതിനുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് അവർക്ക് തക്കതായ ആവശ്യങ്ങൾ എന്താണോ അതൊക്കെ നിർവഹിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം മക്കൾ നിക്ഷിപ്തമാണ്. പ്രായം കൂടുന്തോറും അച്ഛനമ്മമാർക്ക് ആരോഗ്യപരമായ വിഷമങ്ങളുണ്ടാകും. അത് ശ്രദ്ധിക്കേണ്ടത് മക്കളാണ്.
അതവരുടെ ധർമ്മമാണ്. അവരുടെ കാലശേഷം അവർക്കുള്ള പിതൃക്രിയകൾ മുടക്കം വരാതെ ചെയ്യേണ്ടതും മക്കളുടെ കടമയാണ്. അത്തരത്തിലുള്ളൊരു കടമയൊന്നും പാശ്ചാത്യ ലോകത്തില്ല. നമ്മുടെ പിതൃക്കളെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ആ വഴിയിലുള്ള മുത്തച്ഛൻ, അതുപോലെ അവരുടെ അച്ഛൻ, ആ ഒരു രീതി. അതുപോലെ അമ്മയാണെങ്കിൽ മുത്തശ്ശി, മുത്തശ്ശൻ, അവരെയൊക്കെ ഓർമ്മിച്ചു കൊണ്ടുള്ള പിതൃവന്ദനങ്ങൾ, പിതൃയജ്ഞം അത് മുടങ്ങാതെ ചെയ്യണം എന്നാണ് ശ്രീരാമനും അതുപോലെ ശ്രീകൃഷ്ണനും ലോകത്തെ ഓർമ്മിപ്പിച്ചത്. അവരത് ചെയ്തുകൊണ്ടാണ് ആ സന്ദേശം ലോകത്തിന് നൽകിയത്. സ്വതന്ത്രരായി 18 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടവരെ വിവാഹം കഴിക്കാനുള്ള അവകാശം നമ്മുടെ കുട്ടികൾക്കുണ്ടോ? അച്ഛനമ്മമാരുടെ അനുവാദം ആവശ്യമില്ലേ? ഇത്തരം കാര്യങ്ങളിൽ എന്താണ് നമ്മുടെ നിയമ സംഹിത പറയുന്നത്? നന്നായി പഠിച്ചുകൊണ്ട് അതിനുള്ള സംശയങ്ങൾ ഉന്നയിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. പാശ്ചാത്യ സമ്പ്രദായമല്ല നമ്മുടേത്. ഭാരതീയ സംസ്കാരത്തിൽ ഊന്നിയതാണ് നമ്മുടെ കുടുംബജീവിതം. അവിടെ കുട്ടികളും മാതാപിതാക്കളും ഒരിക്കലും വേർപിരിയുന്നില്ല, മരണത്തിന് ശേഷവും വേർപിരിയുന്നില്ല. ഈ അടിസ്ഥാന തത്വത്തിൽ ഊന്നിക്കൊണ്ട് വേണം ഭാരതത്തിലെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. കുടുംബജീവിതം ശിഥിലമാകപ്പെടാൻ പാടില്ല. ഭാരതത്തിൽ കുടുംബജീവിതമാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും അടിസ്ഥാനപരമായ യൂണിറ്റ് കുടുംബമാണ്. അതിനെ ശിഥിലീകരിക്കത്തക്ക കാര്യങ്ങൾ വരുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വരും തലമുറ അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ നേരിടണം എന്നതിനെപ്പറ്റി നമ്മളൊരു നിയമം ഉണ്ടാക്കിയിരിക്കണം. അതനുസരിച്ചാണ് നമ്മൾ പോകേണ്ടത്. കോടതികളും അതുപോലെ തന്നെയുള്ള ജുഡീഷ്യൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും അവരുടെ വിധിയിലൊക്കെ ഭാരതീയ സംസ്കാരത്തിൻ്റെ മൂലതത്വങ്ങൾ അടങ്ങിയിരിക്കണം. മറ്റ് രാജ്യങ്ങളിലെ കോടതി വിധികളെ അതേപോലെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ ഭാരതത്തിലെ പല കുടുംബ സംബന്ധമായ തർക്കങ്ങളും വിധി കൽപ്പിക്കുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട കാലം വൈകിയിരിക്കുന്നു. ശ്രീകൃഷ്ണൻ അതാണ് ആ ഗുരുകുലവാസം എന്ന് പറയുന്ന ആ 45-ാമത്തെ അധ്യായത്തിൽ അതവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് പ്രമാണം ശ്രീകൃഷ്ണ വചനങ്ങളും ശ്രീരാമ വചനങ്ങളുമാണല്ലോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലുള്ള ഒരു കുടുംബജീവിതം നയിക്കുകയും ആ കുടുംബജീവിത വ്യവസ്ഥ നിലനിർത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും സനാതന ധർമ്മവിശ്വാസികളുടെ കടമയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമസ്തേ.